2013 മലയാള സിനിമയ്ക്ക് ഒരു പുതിയ അഭിനേതാവിനെ സമ്മാനിച്ചു. അദ്ദേഹത്തെ ചിരിച്ചും ചിരിപ്പിച്ചും ഒക്കെ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തെ കരഞ്ഞും കള്ളു കുടിച്ചും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഫോർ ദ ഫസ്റ്റ് ടൈം അദ്ദേഹത്തെ അമർഷത്തോടെ മലയാളം നോക്കി കണ്ടു. ആൻഡ് അദ്ദേഹത്തിന്റെ പേരാണ് ഹായ്, ഞാൻ കലാഭവൻ ഷാജോൺ ആണ്. നമസ്കാരം. നമസ്കാരം. സ്വാഗതം സ്റ്റാർ ജാമിലേക്ക്. താങ്ക് യു ഷാൻ. സോ ടെൽ മീ, എന്താണ് 2013 ഷാജോന്റെ ജീവിതം തന്നെ കീറി മറിച്ചു? വളരെ സന്തോഷം. ദൃശ്യം എന്ന് പറയുന്ന സിനിമയിൽ എത്തി നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും വിളിച്ചിട്ട് പറയുന്നു പഠന സിനിമ നന്നായിരിക്കുന്നു, സഹദേവനെ കണ്ടാൽ ഞങ്ങൾ തല്ലിക്കൊല്ലും എന്നൊക്കെ പറയുന്നുണ്ട്. തല്ലി ആരെങ്കിലും? ആരും തല്ലിയിട്ടില്ല. കലാഭവൻ ഷാജോൺ ചിരിപ്പിക്കുന്ന ആള് കരയിക്കുന്നു. അങ്ങനെ ഒരു മാറ്റത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടോ? മാറ്റത്തിന് ഒരുപാട് ബുദ്ധിമുട്ടാകും എന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ ഒരു നല്ല സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ഏത് കൊമേഡിയനും നല്ല വില്ലനാകാം എന്ന് ദൃശ്യം തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഹീറോ ആവുന്നതിനേക്കാളും സുഖം വില്ലൻ ആവുന്നതാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഷാജോൺ ഇതോടുകൂടി കിട്ടിയോ? ഹീറോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, ആ ലെവലിലേക്ക് നമ്മൾ ആലോചിച്ചിട്ട് പോലുമില്ല. നമ്മളെ ആരും ആലോചിച്ചിട്ടില്ല, നമ്മളും ആലോചിച്ചിട്ടില്ല. അപ്പൊ വില്ലനൊക്കെ നമുക്ക് താല്പര്യമുണ്ട്. കാരണം കോമഡിയൊക്കെ ചെയ്യുമ്പോഴും മുമ്പ് മുതൽ ആൾക്കാർ പറയുന്നുണ്ട്, നിന്നെയൊക്കെ കണ്ട ഒരു മിമിക്രിക്കാരനാണെന്ന് തോന്നത്തില്ലടാ, ഇതുമാതിരി ഗുണ്ടകളൊക്കെ തല്ലാൻ വന്നിരിക്കുന്നവരുണ്ടെന്നൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ മിമിക്രിക്കൊക്കെ ചെല്ലുമ്പോഴേ. അപ്പൊ അന്ന് മുതൽ കുറച്ച് നെഗറ്റീവ് വേഷമൊക്കെ ചെയ്താൽ കൊള്ളാമെന്നൊക്കെ നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ പണ്ട് ചില സമയത്ത് കോളേജ് ടൈമിലൊക്കെ കുറച്ച് തല്ലിപ്പുള്ളിയായിട്ടൊക്കെ നടന്നിട്ടുമുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടോടെ ചെറുതായിട്ടൊക്കെ ഉള്ളതുകൊണ്ട് നാലാളെ തല്ലണം എന്നൊക്കെ പറഞ്ഞാലും തല്ലിയേക്കാം. അങ്ങനൊന്നുമില്ല, തിരിച്ച് തല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണം തല്ലാന്നുള്ളൂ. കലാഭവൻ ഷാജോൺ ആണ് ഇന്ന് സ്റ്റാർ ജാമിൽ എന്റെ കൂടെ ഉള്ളത്. പിന്നെ ലെറ്റ്സ് സ്റ്റാർട്ട് ദി ഷോ. ആർ യു റെഡി? ഐ ആം റെഡി. ടൺ കണക്കിന് ഫൺ. You're listening to Star Jam on Club FM 94.3. Kalabavan Shajon and Shan with you on Star Jam. Welcome back to my show. Thank you Shan. Star Jam with RJ Shan. ഷാജോൺ ഏറ്റവും കൂടുതൽ ലൈഫിൽ അഭിനയിച്ചിരിക്കുന്നത് പോലീസുകാരനായിട്ടാണ്. അതെ. ഷാജോന്റെ പൂജ്യ പിതാശ്രീയും ഒരു പോലീസുകാരനായിരുന്നു. അതെ. ഒരു പോലീസുകാരന്റെ മകൻ സിനിമയിൽ പോലീസുകാരനാവുക, ശരിക്കും ഇതൊക്കെ തന്നെയാണോ ജീവിതത്തിലെ പോലീസുകാരൻ? ഒരിക്കലുമല്ല. നമ്മളിപ്പം ഒരുപാട് പോലീസുകാർ പിന്നെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഈ ദൃശ്യത്തിലെ പോലീസുകാരനെ സഹദേവനെ കണ്ടിട്ട് ജനങ്ങൾക്കൊക്കെ ഭയങ്കര ദേഷ്യമൊക്കെ ഉണ്ട്, പക്ഷെ പോലീസുകാർ സാധാരണ ജീവിതത്തിൽ പോലീസുകാർ അങ്ങനെയാണെന്ന് ഷാജോൻ വിശ്വസിക്കുന്നുണ്ടെന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരിക്കലുമല്ല. നമ്മൾ ആ ഒരു സഹദേവൻ എന്ന് പറയുന്ന കഥാപാത്രം അങ്ങനെ ആവണം എന്നുള്ളതുകൊണ്ടാണ് ഡയറക്ടർ അങ്ങനെ മോൾഡ് ചെയ്തിരിക്കുന്നത്. സിനിമയിലാണ്. റിയൽ ലൈഫ് പോലീസുകാർ എങ്ങനെയാണ്? ഒരു പോലീസുകാരന്റെ മോൻ പറയൂ. എനിക്ക് പോലീസുകാരോട് ഒരുപാട് ബഹുമാനമുണ്ട്. കാരണം ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ പോലീസ് ക്വാർട്ടേഴ്സിലാണ് ജീവിച്ച്, കോളേജ് ലൈഫ് വരെയൊക്കെ പോലീസ് ക്വാർട്ടേഴ്സിലാണ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഈ പോലീസ് എന്ന് പറയുന്നത്. കാരണം എന്റെ ചാച്ചൻ ഒരു പോലീസുകാരനായിരുന്നു, നല്ല പോലീസുകാരനായിരുന്നു. കണ്ടിട്ടുണ്ടോ ഷാജാൻ പിടിച്ചു പറിക്കുന്ന, കൈക്കൂലി മേടിക്കുന്ന ഏതെങ്കിലും ഒരു പോലീസുകാരനെ അച്ഛൻ പറഞ്ഞിട്ടെങ്കിലും അറിയോ? ചാച്ചൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്, പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്. കാര്യം ഒരുപാട് ക്രൂരമായിട്ടൊക്കെ പെരുമാറുന്ന പോലീസുകാരുടെ മക്കൾക്ക് കുറച്ച് കഴിയുമ്പോഴൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പണ്ട് പോലീസുകാർ പറയുന്നത് വിധിയുടെ വിളയാട്ടം എന്നൊക്കെ പറയാം. കാര്യം പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് ഒലക്കിട്ട് ഉരുട്ടുന്നു, പണ്ടൊക്കെ ഭയങ്കര അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല, ചാച്ചന്റെ ഒക്കെ സമയത്തുമല്ല അതിന് മുൻപുള്ള പോലീസുകാരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അടിയന്തരാവസ്ഥ ആ സമയത്തുള്ള പോലീസുകാരൊക്കെ. ഒരുപക്ഷെ ഷാജോൻ ലൈഫിൽ ഏറ്റവും കൂടുതൽ അഭിനയിച്ചത് പോലീസുകാരനായിട്ടാണ്. ഒരിടയ്ക്ക് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ എന്നെ കളിയാക്കി പറയുമായിരുന്നു, ലാലേട്ടന് ലഫ്റ്റനന്റ് കേണൽ പദവി കൊടുത്തതല്ലേ, അപ്പൊ ഷാജോണിനെ കുറഞ്ഞത് ഒരു പാറാവുകാരനെങ്കിലും ആക്കണം. കാരണം അത്രയ്ക്കധികം സിനിമയിൽ ഞാൻ പോലീസുകാരനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഷാജോൺ പോലീസുകാരനായ പോലീസുകാരൻ മണ്ടനാണ്. അത് ഈ കൊമേഡിയൻസ് അങ്ങനെയാണല്ലോ. നമ്മളൊരു കോമഡി ആക്ടേഴ്സ് ചെയ്യുമ്പോൾ ഇപ്പൊ SI ആക്കിയാൽ SI മണ്ടനായിരിക്കും, പോലീസുകാരനാക്കിയാൽ പോലീസുകാരൻ മണ്ടനായിരിക്കും, ബാങ്ക് മാനേജർ ആക്കിയാൽ ബാങ്ക് മാനേജർ മണ്ടനായിരിക്കും. അങ്ങനെ ഒരു മണ്ടൻ ക്യാരക്ടേഴ്സിലേക്ക് എപ്പോഴും നമ്മളെ കൊണ്ടുവന്ന് റിയൽ ലൈഫിൽ പോലീസുകാരെ കണ്ടു വളർന്നിട്ടുള്ള ആളാണ്. പോലീസുകാർ തമാശക്കാരാണോ? കള്ളനോടും വളരെ രസത്തിൽ സംസാരിക്കുന്ന അങ്ങനെയുള്ള പോലീസുകാരൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ക്വാർട്ടേഴ്സിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ നല്ല ഹ്യൂമൻ സെൻസ് ഉള്ള കള്ളന്മാരോട് അങ്ങനെ ചൂടാവത്തൊന്നുമില്ല. അവരോട് പയ്യെ ബിരിയാണിയൊക്കെ മേടിച്ചു കൊടുത്തിട്ട് അവരോട് ഇരുന്ന് ബീഡിയൊക്കെ വലിച്ചിട്ട് പയ്യൊക്കെ ചാച്ചൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കള്ളന്മാരോട് കമ്പനി കൂടിയിട്ട് അവർക്ക് സ്മോളൊക്കെ മേടിച്ചു കൊടുക്കും. അപ്പോൾ ഒന്നും പറയാത്തവനൊക്കെ പയ്യെ രണ്ടെണ്ണമൊക്കെ അടിച്ചു കഴിയുമ്പോൾ അവൻ്റെ ഉള്ളിലുള്ള അറിയാതെ മനസ്സ് തുറന്നു പോകും. സാറേ ഞാൻ ചെയ്തു പോയി സാറേ എന്നൊക്കെ പറഞ്ഞിട്ട്, സാറ് ഇതിന് ആരോടും പറയാൻ നിൽക്കണ്ട, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ആ വീട്ടിൽ കയറിയത് ഞാനാ, സാർ ആരോടും പറയരുത്, നമ്മൾ രണ്ടെണ്ണം അടിച്ചുകൊണ്ട് ഞാൻ സത്യം തുറന്നു പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരച്ചിലും ബഹളമൊക്കെ ആയിട്ട് അങ്ങനെയുള്ള കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കലാഭവൻ ഷാജോൺ ഹൈയിലാണ്, അദ്ദേഹം സന്തോഷത്തിലാണ്. പിന്നെ ഓൾ ദി ബെസ്റ്റ്, കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് ഡൺ എ ഫാന്റാസ്റ്റിക് റോൾ. Thank you Shan. ടൺ കണക്കിന് ഫൺ. You're listening to Star Jam on Club FM 94.3. Star Jam with RJ Shan.
ഈ സിനിമകളൊക്കെ സംഭവിക്കുമ്പോൾ കലാഭവൻ ഷാജോന്റെ മനസ്സിൽ കരിയറിനെ കുറിച്ച് എന്തായിരുന്നു വിചാരം? ഈ പറക്കും തളിക ആദ്യം മനസ്സ് വരുന്നത് ദിലീപേട്ടൻ തന്നെയാണ്. കാരണം ഞാൻ ആ സമയത്ത് കേട്ടിട്ടുണ്ട് ദിലീപേട്ടൻ മിമിക്രിക്കാരെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. മിമിക്രിക്കാരെ സിനിമയിലേക്ക് വന്നവർ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം ഈ പറക്കും തളിക എന്ന സിനിമയിലേക്ക് ഒന്നോ രണ്ടോ സീനിലുള്ളൂ ഞാൻ. അതിലേക്ക് എനിക്ക് വിളി വന്നപ്പോൾ ആദ്യം ഞാൻ ആഗ്രഹിച്ച് ദിലീപേട്ടനോടൊപ്പം ഒന്ന് അഭിനയിക്കുക എന്നുള്ളതായിരുന്നു. CID മൂസയിൽ ഈ പറഞ്ഞതുപോലെ കുറച്ചുകൂടി വലുതായി ഷാജോൻ. കുറച്ചും കൂടി വലുതായെന്നുള്ളതല്ല, കുറച്ചുകൂടെ നീളമുള്ളൊരു വേഷമായിരുന്നു. ത്രൂ ഔട്ടൊക്കെ വരുന്നത് വേണം പറയാം. പക്ഷെ പോലീസുകാരനാണ് അമ്പലിച്ചേട്ടന് പുറകെ സാർ പിടിക്ക് സാർ അവനെ, ഓടിക്ക് സാർ എന്നവനെ പറയുന്ന വേഷമായിരുന്നു. പക്ഷേ കൂടുതൽ ദിലീപേട്ടനൊക്കെ ആയിട്ട് അടുക്കാൻ പറ്റിയെന്നുള്ളതാണ് ആ സിനിമയുടെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് എനിക്ക്. എന്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള സിനിമ മൈ ബോസ്. എന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് കൊടുത്ത ഒരു സിനിമ മൈ ബോസ്. വൈ മൈ ബോസ്? മൈ ബോസ് കാരണം ഞാൻ അതിനു മുൻപ് 14 വർഷത്തോളമായി സിനിമയിൽ വന്നിട്ട്. പക്ഷേ മലയാളികളും സിനിമാക്കാരും നമ്മളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതും നമ്മളെ അംഗീകരിച്ചു തുടങ്ങിയതും തീർച്ചയായിട്ടും മൈ ബോസിലെ അലി എന്ന് പറയുന്ന കഥാപാത്രത്തിന് ശേഷമാണ്. അതിനു മുൻപ് നമ്മളൊരു സിനിമാ നടനാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പുറത്ത് വെച്ചൊക്കെ കാണുമ്പോൾ ചിരിക്കും, മറ്റേ സിനിമ ഉണ്ട് ഈ സിനിമ ഉണ്ടെന്നൊക്കെ പറയും. പക്ഷേ മൈ ബോസിന് ശേഷമാണ് ത്രൂ ഔട്ട് വേഷങ്ങൾ എന്നെ തേടി വന്നതും മൈ ബോസ് എന്ന സിനിമയ്ക്ക് ശേഷമാണ്. അതുകൊണ്ട് തന്നെ എന്നും എൻ്റെ പ്രിയപ്പെട്ട സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ ഞാൻ പറയും മൈ ബോസ് ആണ്. കലാഭവൻ ഷാജോൻ ദൃശ്യത്തിൽ വില്ലനായി. ഇമാജിൻ ഒരു മിമിക്രിക്കാരന് അദൃശ്യനാവാൻ ഒരു ശക്തി കിട്ടിയാൽ എന്തൊക്കെ അയാൾ ചെയ്തു കൂട്ടും? മിമിക്രിക്കാരന് അദൃശ്യനാവാൻ ഒരു ശക്തി കിട്ടിക്കഴിഞ്ഞാൽ മിമിക്രിക്കാരുടെ ഏറ്റവും വലിയ ആഗ്രഹം സിനിമാ നടനാവുക എന്നുള്ളതാണ്. അപ്പം മിക്കവാറും അദൃശ്യനാവാൻ ഒരു ശക്തി കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും നല്ല ഡയറക്ടേഴ്സിന് അടുത്ത് പോയിട്ട് സ്ക്രിപ്റ്റിലൊക്കെ തിരുത്തി അവർക്കൊരു വേഷം കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇയാളുടെ മനസ്സിലോട്ടൊക്കെ കയറ്റി അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ സിനിമയിൽ വരാനായിരിക്കും. അതെന്തുകൊണ്ടാണ് എല്ലാ മിമിക്രിക്കാരൻ്റെയും അവസാന സ്റ്റോപ്പ്, ബസ്സിൽ കയറിയ ലാസ്റ്റ് സ്റ്റോപ്പ് സിനിമയിൽ വന്ന് ഇറങ്ങാന്നുള്ളതാണ്? എന്താ കാര്യം? നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പ് എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് പല ആഗ്രഹങ്ങളും നമ്മളിലുണ്ട്. പക്ഷെ ഒരു മിമിക്രിക്കാരൻ്റെ ജീവിതകാലം മുഴുവൻ മിമിക്രി അവതരിപ്പിച്ച് നടക്കണമെന്നല്ലല്ലോ അവൻ്റെ ആഗ്രഹം. അപ്പോൾ തീർച്ചയായിട്ടും സിനിമയിലേക്ക് വരിക, സിനിമയിലൊരു നല്ലൊരു സ്ഥാനം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് മിമിക്രിക്കാരുടെ ആഗ്രഹം. എന്ന് കരുതി ഞങ്ങൾ സിനിമയിൽ വന്നുകൊണ്ട് ഇതും കൊണ്ടങ്ങ് നിന്ന് പോകുമെന്ന് ആരും കരുതണ്ട. ഇനിയും പലത് ചെയ്യാൻ മിമിക്രിക്കാർക്ക് കഴിയുമെന്ന് പല ആൾക്കാരും, ഇപ്പം സിദ്ദിഖ് വരെ ഹിന്ദിയിൽ പോയിട്ട് 100 കോടി ക്ലബ്ബിൽ അംഗമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും വരാനുണ്ട്, അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിവുള്ള ഒരുപാട് പ്രതിഭകൾ വരാനുണ്ട്. ഡയറക്ടർ സിദ്ദിഖ് 100 കോടി ക്ലബ്ബിലെ അംഗമാണ്, കലാഭവൻ ഷാജോൻ ക്ലബ് FM-ലെ അംഗമാണ്. താങ്ക് യു വെരി മച്ച്. ടൺ കണക്കിന് ഫൺ. You're listening to Star Jam on Club FM 94.3. കലാഭവൻ ഷാജോനൊപ്പം ഷാൻ, and this is Star Jam. Welcome back. Thank you. Star Jam with RJ Sean. 2 ഓപ്ഷൻസ് ഉണ്ട്, ചൂസ് 1. സത്യത്തിൽ ബുദ്ധിമുട്ട് ഏത്? ഹാസ്യം ചെയ്യാൻ, ദേഷ്യം ചെയ്യാൻ? അതായത് ഹാസ്യം നമ്മൾ ഒരു മിമിക്രിയിൽ ഇങ്ങനെ ട്യൂൺഡായിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കോമഡി സീൻ തന്നു കഴിഞ്ഞാൽ നമ്മളതൊന്ന് വായിച്ച് നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് എക്സ്ട്രാ കയറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്ടറിനോട് പറയാം. കാരണം നമ്മുടെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ കൗണ്ടറുകൾ നമ്മുടെ മനസ്സിൽ വരും. പക്ഷെ ഒരു സീരിയസ് ഒരു സീൻ ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്ടറിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കാരണം ആ സീൻ എന്താണ് വേണ്ടതെന്നുള്ളത് അദ്ദേഹത്തിന് മാത്രമേ വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റുള്ളൂ. ഒരു തമാശക്കാരന് വേണ്ടത് ഒബ്സർവേഷൻ ആണോ ഇന്റലിജൻസ് ആണോ? ഒബ്സർവേഷൻ തീർച്ചയായിട്ടും വേണം. ഇതിലേതാ വേണ്ടത് കൂടുതൽ? കൂടുതൽ വേണ്ടത് ഒബ്സർവേഷൻ തന്നെയാണ്. ഇന്റലിജൻസ് വേണ്ടത് അത് അവതരിപ്പിക്കുമ്പോഴാണ്. ഷാജോൺ ഏതുപോലെയാണോ? ഒരു തീപ്പെട്ടി പോലെയാണോ? ഒരു ബീഡി പോലെയാണോ? ബീഡി പോലെ ആവാനാണ് എനിക്ക് ആഗ്രഹം. നമ്മൾ പയ്യെ ഇങ്ങനെ എരിഞ്ഞെരിഞ്ഞ് നിൽക്കുക. തീപ്പെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തി അപ്പോഴന്നെ കെട്ടുപോകല്ലേ. ബീഡി എന്ന് പറയുമ്പോൾ കുറച്ച് കാലാവധിയുണ്ട്, കുറച്ച് സമയം ഉണ്ടാവും. അത് മിമിക്രിക്കാർ അവസരം ചോദിക്കേണ്ട ആവശ്യമില്ല. ചോദിച്ചത് കൊണ്ട് നല്ല നടനാവണം എന്നില്ല, ചോദിക്കാതിരുന്നത് കൊണ്ട് നല്ല നടനാവണം എന്നില്ല. അതുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്യാന്നുള്ളത് തന്നെയാണ്. കാരണം എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്, ഞാൻ 1-2 പേരെടുത്ത് അവസരം ചോദിച്ചു പോയിട്ട് കൈയുടെ അറ്റത്ത് വന്നിട്ട് മാറിപ്പോയ ഒരാളാണ് ഞാൻ. പക്ഷേ എന്ന് കരുതി എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, മിമിക്രിക്കാരോട് പറയാനുള്ളത്, തീർച്ചയായിട്ടും നമ്മൾ ട്രൈ ചെയ്യണം. ഡയറക്ടേഴ്സിനെ നമ്മൾ പോയി കാണണം, അവരോട് ചോദിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ സമയം എപ്പോഴാണ് നന്നാവുന്നത് ആ സമയത്തെ നമുക്ക് ആ സ്പേസിലോട്ട് വരാൻ പറ്റുള്ളൂ. പക്ഷെ അതിന് മുൻപ് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കലാഭവൻ ഷാജോണിന് കാണാൻ ഭംഗി വിഗ് ഉള്ളപ്പോൾ വിഗ് ഇല്ലാത്തപ്പോൾ? രണ്ടും നല്ലതാണ് എൻ്റെ അഭിപ്രായം. മുടിഞ്ഞ ഗ്ലാമറാണ്, ഗംഭീര ഗ്ലാമറല്ലേ. കലാഭവൻ ഷാജോൺ with me on Star Jam. Ton കണക്കിന് ഫൺ. You're listening to Star Jam on Club FM 94.3. 10 കണക്കിന് ഫൺ എന്നുള്ള റൗണ്ട് ആണ്. എന്റെ കൂടെ ഉണ്ട് കലാഭവൻ ഷാജോൺ. വെൽക്കം ബാക്ക് ടു മൈ ഷോ സർ. താങ്ക് യു സോ മച്ച്.
10 questions, say true or false. മോഹൻലാലിനെ തല്ലിയാൽ കേരളം മൊത്തം കരയും. മോഹൻലാലിനെ തല്ലാൻ പോയപ്പോൾ എനിക്കും തോന്നി കരയാൻ. ശരിയാണത്. ദൃശ്യത്തിൽ ലാലേട്ടനെ തല്ലുന്ന ആ സീൻ കമ്പോസ് ചെയ്തിരിക്കുന്ന ലാലേട്ടൻ തന്നെയാണ്. കാരണം ഒരു ഫൈറ്റ് മാസ്റ്റർ ഒന്നും ഉണ്ടായിരുന്നില്ല ആ സീൻ കമ്പോസ് ചെയ്തപ്പോൾ. ജിത്തുബായും സുജിത്താണ് ക്യാമറ. അപ്പോൾ ജിത്തുബായി ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവമാണ് നമ്മൾ പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ തന്നെയാണ് മുൻകൈ എടുത്ത്. അപ്പോൾ മോനെ നീ എൻ്റെ ഇവിടെ എൻ്റെ ഇവിടെ ചവിട്ട്, അപ്പോൾ ഞാൻ വീഴാം. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ, കാരണം എനിക്കങ്ങനെ ഫൈറ്റ് ഒന്നും ചെയ്ത് അങ്ങനെ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ സിനിമയിൽ. അപ്പോൾ എങ്ങാനും അറിയാതെ കൊണ്ടാലോ എന്നുള്ളൊരു പേടിയും. അപ്പോൾ ആ സമയത്ത് ഓരോ ഷൂട്ട് കഴിയുമ്പോൾ ലാലേട്ടൻ തോളക്കായിട്ടൊക്കെ അതൊരു കൊണ്ട് നടന്ന് ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്ത് നമ്മളൊന്ന് കൂളാക്കി എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് അതിൽ ലാലേട്ടനോട് ഒരുപാട് നന്ദിയുണ്ട് ഈ സമയത്ത്. സിനിമാക്കാർ ഇപ്പോൾ മിമിക്രിക്കാരെ പഴയതുപോലെ പരിഹസിക്കാറില്ല. ട്രൂ ഓർ ഫാൾസ്? പരിഹസിക്കാറില്ല. പണ്ടുണ്ടായിരുന്നു. സിനിമയിൽ കേറില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഒരിക്കലും എത്തില്ല. കലാഭവൻ മണി എന്ന് പറയുന്ന ഒരു നടൻ സിനിമയിൽ വന്ന് ജനകീയനായ ശേഷമാണ് മിമിക്രി എന്ന കലയും മിമിക്രിക്കാരും ജനകീയമായെന്നാണ് ഞാൻ വിശ്വസിച്ചിട്ടുള്ളത്. കാരണം അതിനു മുൻപ് ഒരു 5-5 അടി പൊക്കവും നല്ല ചുവന്ന കളറും നല്ല ഗ്ലാമറും മുടിയും മറ്റതും മറിച്ചൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സിനിമാ നടനാവാൻ പറ്റൂ എന്നുള്ളതാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത്. പക്ഷെ അതല്ല, ഒരു സാധാരണക്കാരൻ, മണിച്ചേട്ടനെ പോലൊരു സാധാരണക്കാരൻ, ഒരു ഓട്ടോ ഡ്രൈവർ വന്ന് സിനിമയിൽ വന്ന് അദ്ദേഹം നല്ല നല്ല വേഷങ്ങൾ ചെയ്തപ്പോൾ മലയാളികൾ കൊടുത്തൊരു സ്വീകരണം ഉണ്ടല്ലോ, അത് കണ്ടപ്പോഴാണ് മിമിക്രിക്കാർക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടായത്, നമുക്ക് നാളെ സിനിമാ നടനാവാൻ പറ്റും, ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. മിമിക്സ് പരേഡ് മരിച്ചുപോയി. ട്രൂ ഓർ ഫാൾസ്? ട്രൂ. കാരണം ഇന്ന് മിമിക്സ് പരേഡ് ഇല്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ മിമിക്രിയുടെ തന്നെ ഒരു ലെവല് മാറിപ്പോയി. മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു കലാഭവനിലായിരുന്നു. ഇപ്പോൾ കലാഭവൻ എന്ന് പറഞ്ഞ ട്രൂപ്പുണ്ട്, ഒരു ഹരിശ്രീ ട്രൂപ്പ് ഉണ്ടായിരുന്നു, ഓസ്കാർ എന്ന് പറഞ്ഞ ട്രൂപ്പ് ഉണ്ടായിരുന്നു. അന്നൊക്കെ നമുക്ക് ഈ ട്രൂപ്പിനോടൊരു വലിയൊരു ആത്മാർത്ഥതയുണ്ട്. പക്ഷെ ഇന്ന് അതാണ് ഈ റിയാലിറ്റി ഷോ കൊണ്ടുള്ളൊരു ഒരു ദോഷം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്ന് എല്ലാ മിമിക്രിക്കാരും ഫേമസ് ആണ്. എല്ലാവർക്കും അവരുടേതായ പേരിലാണ് അവർ പ്രോഗ്രാം പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആരോടും ഒരു ഇന്റിമസിയോ അല്ലെങ്കിൽ ഒരു അടുപ്പോ ഒന്നുമില്ല അവർക്ക്. മിമിക്സ് പരേഡ് എന്തുകൊണ്ടാണ് സംഭവിക്കാത്തത്? അത് ലോകത്ത് തന്നെ മിമിക്സ് പരേഡ് ഉണ്ടാക്കിയത് മലയാളികളാണ്. എന്നിട്ട് ഇങ്ങനൊരു ഇത്രയും ഒരു നോവൽറ്റി ഉള്ള ഒരു ഇന്നോവേഷൻ ഉണ്ടായിട്ട് പിന്നീട് അത് ക്യാരി ചെയ്യാണ്ട് അത് വഴിയിൽ വിട്ടുപോയി. അതിന് പ്രധാന കാരണം, മിമിക്സ് പരേഡ് നിന്ന് പോകാനുള്ള പ്രധാന കാരണം ഞങ്ങൾ മിമിക്രിക്കാർ തന്നെയാണ്. കാരണം അതിനകത്ത് നിന്ന് വേറൊരു ഫോം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ മെഗാ ഷോ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കിയത്. അപ്പോൾ മിമിക്രി സ്കിറ്റുകളുടെ എണ്ണം കുറഞ്ഞു. ഒരു 4 സ്കിറ്റ് മാത്രമായി. അതിൻ്റെ കൂടെ സിനിമാറ്റിക് ഡാൻസ്, മാജിക്, പാമ്പുകളി വരെ അവസാനം കയറ്റി എന്നുള്ളതാണ് കുറേ ടീമുകൾ. എന്തെങ്കിലും മിമിക്രി കുറച്ച് താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം കുറച്ച് മിമിക്രിക്കാർ തന്നെയാണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. That's Kalavan Shajon with us on Star Jam. And ഇത് Club FM. ടൺ കണക്കിന് ഫൺ. You're listening to Star Jam on Club FM 94.3. ഹായ് ഷാൻ, ഞാൻ കലാഭവൻ ഷാജോൺ ആണ്. ഷാൻ്റെ ഒപ്പം സ്റ്റാർ ജാമിലിരിക്കുകയാണ്. ഇനിയും പഴയതുപോലെ മിമിക്രി കാസറ്റ് ഇറക്കിയാൽ വിറ്റ് പോവില്ല. ട്രൂ, പോവില്ല. കാരണം ഇപ്പോൾ ഏത് ചാനൽ തുറന്ന് നോക്കിയാലും അവർക്ക് അതിലൂടെ മിമിക്രി ആസ്വദിക്കാൻ, ആവശ്യമുള്ളവർക്ക് മിമിക്രി ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ഇനിയിപ്പോൾ ഒരു ഓഡിയോ കാസറ്റൊക്കെ ഇറക്കിയാൽ വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോട്ടയംകാർ മികച്ച മിമിക്രിക്കാരാണ്. ട്രൂ, വെരി വെരി ട്രൂ. കാരണം ഒരുപാട് പേര് തെളിയിച്ചു. കാരണം അതിന് പ്രധാന ഉദാഹരണം കോട്ടയം നസീർഖാൻ. ഇത് ഞാൻ ഏതൊരു ഇന്റർവ്യൂവിൽ വായിച്ചിട്ടുള്ളതാണ്. മകൻ മിമിക്രിക്കാരനായാൽ വീട്ടുകാർക്ക് പോലും വില ഉണ്ടാവില്ല. ട്രൂ ഓർ ഫാൾസ്? ഇല്ല, അതെന്താന്ന് പറഞ്ഞിട്ട് ഈ കലാകാരനോട്, കല എന്ന് പറയുന്ന ഒരു സംഭവത്തിനോട് അതിൽ പോയാൽ ഒന്നും നേടാൻ പറ്റില്ല, രക്ഷപ്പെടാൻ പറ്റില്ല എന്നൊരു ആറ്റിറ്റ്യൂഡുള്ള ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ ഇന്നാൾ ആരോ പറയുന്നത് കേട്ടു, യേശുദാസ് അത്യാവശ്യം നന്നായിട്ട് പാടുകയൊക്കെ ചെയ്യും, പക്ഷേ പിന്നെ ഗവൺമെൻറ് പെൻഷനൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന്. മനസ്സിലായില്ലേ? കാര്യം അവരുടെ വിചാരം ഒരു ഗവൺമെൻറ് ജോലി കിട്ടി അവിടുന്ന് ഒരു പെൻഷൻ കിട്ടിയാലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. യേശുദാസ് അത്യാവശ്യമൊക്കെ പാടും, പക്ഷേ ഗവൺമെൻറ് ജോലിയൊന്നും ഇല്ലല്ലോ, പെൻഷനൊന്നും കിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ ഇപ്പോഴും ആറ്റിറ്റ്യൂഡുള്ളവരുണ്ട്. അപ്പോൾ അതല്ല, ഇതിനകത്ത് വന്നാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു നിലയിലെത്താൻ പറ്റും. സമൂഹത്തിൽ നമുക്ക് അംഗീകരിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെയുള്ളത് മനസ്സിലാക്കാത്തവർ ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അങ്ങനെ. ഫഹദ് ഫാസിലിനെ പോലെ കഷണ്ടിയാണ് കലാഭവൻ ഷാജോന്റെയും ഭാഗ്യചിഹ്നം. ട്രൂ, ഞാൻ അംഗീകരിക്കുന്നു. കാരണം ദിലീപേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഇവൻ എല്ലാ നടന്മാരും ലൊക്കേഷന് വന്നിട്ടാണ് വിഗ് വെച്ചിട്ട് അഭിനയിക്കുന്നത്. ഇവൻ നേരെ ഓപ്പോസിറ്റാണ്. വിഗ് വെച്ചിട്ട് വീട്ടിൽ നിന്ന് വരും, ലൊക്കേഷന് വന്നിട്ട് വിഗ് എടുത്ത് മാറ്റിയിട്ട് അഭിനയിക്കുമെന്ന്. അപ്പോൾ അതുകൊണ്ട് കഷണ്ടി ഒരു അനുഗ്രഹം തന്നെയാണ്, ഒരു ഭാഗ്യം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ 2 ചോദ്യമാണ് ഇതിനെ അസോസിയേറ്റ് ചെയ്തിട്ട്. ഒന്ന്, ഈ വിഗ് ഭയങ്കര ചെലവുള്ള ഏർപ്പാടാണോ? എത്ര തരം വിഗുകൾ കയ്യിലുണ്ട്? എനിക്കങ്ങനെ ഒരുപാട് തരം വിഗുകളൊന്നുമില്ല. ഞാൻ പിന്നെ ഓരോ സിനിമയിലും വിഗ് മാറ്റി മാറ്റി പരീക്ഷിക്കാറുണ്ട്. ഇപ്പോൾ ഒരു സിനിമയിൽ വെച്ച് പല സിനിമയിലെ ക്യാരക്ടേഴ്സിനനുസരിച്ചിട്ട് നമ്മൾ തന്നെ ഒന്ന് ഡിസൈൻ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ വിഗ് ഉണ്ടാക്കുന്നവരോട് പറയും ഇങ്ങനത്തെ. ശരി, അങ്ങനെ ഒരു ടീമുമായിട്ട് ഇപ്പോൾ ഭയങ്കര. പിന്നെ തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് അവർക്കും ഭയങ്കര ഇതല്ലേ, അവർക്കും മാസം നമുക്ക് സിനിമ ഉണ്ടെങ്കിൽ അവർക്കും പൈസ കിട്ടിക്കൊണ്ടിരിക്കുക.
ഇരിക്കുകയല്ലേ. അവർക്ക് ഭയങ്കര അവർ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ചേട്ടാ നമുക്ക് ഇങ്ങനെ വെച്ചാലോ ഒരേ ആവശ്യമില്ലെങ്കിൽ. അപ്പൊ ഞാൻ പറയാം ഓക്കെ ഉണ്ടായിരിക്കും. ബാക്കിയുള്ളവരെല്ലാവരും ഞങ്ങൾ വിഗ് വെക്കുന്നു എന്ന് പറയാൻ മടിക്കുമ്പോൾ വലിയ താരങ്ങൾ വരെ കലാഭവൻ ഷാജോൺ ഓപ്പൺലി പറയുന്നു വിഗാണ് ഈ വീടിന്റെ ഐശ്വര്യം. വൈ? കാരണം തുറന്നു പറഞ്ഞ് ഇനി വേറെ നിവൃത്തിയില്ല. കാര്യം നമ്മൾ ജനങ്ങൾ കണ്ടു കഴിഞ്ഞു നമ്മൾ കണ്ടണ്ടിയാണെന്ന്. കലാഭവൻ ഷാജോൺ ഓൺ സ്റ്റാർ ജാം ടൺ കണക്കിന് ഫൺ. You're listening to Star Jam on Club FM 94.3. ഷാജോൺ എന്ന ആക്ടറിനെ അല്ല ഞാൻ ഇനി ഇന്റർവ്യൂ ചെയ്യാൻ പോണേ, മറിച്ച് കലാഭവൻ ഷാജോൺ എന്നുള്ള കള്ളുകൂടിയനാണ് ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ പോണേ. Star Jam with RJ Sean. സ്റ്റേജുകളിൽ കള്ളുകൂടിയന്മാർക്ക് കയ്യടി കൂടുതലാണ്. എന്തുകൊണ്ടാ അങ്ങനെ? മലയാളികൾക്ക് നമ്മൾ എത്രത്തോളം സിമ്പിൾ ആയിരിക്കുന്നു അത്രത്തോളം അവർക്ക് ഇഷ്ടപ്പെടും. അപ്പൊ അതിന് ഉദാഹരണമാണ് ഈ കള്ളുകൂടി എന്ന് പറഞ്ഞത്. ഷാജോൺ കണ്ടിട്ടുള്ള ഒരു കുടിയന്റെ കഥ. പണ്ടൊക്കെ കോട്ടയത്ത് നാഗമ്പടം ബസ് സ്റ്റാൻഡിന് അപ്പുറത്തൊരു ബീവറേജ് ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ ബസ് കയറാൻ നിൽക്കുമ്പം ഈ ചിലപ്പോൾ ഈ ക്യൂ ഒക്കെ നീണ്ട് ബസ് സ്റ്റാൻഡിനകത്തേക്ക് വരെ വരാറുണ്ടായിരുന്നു. ഈ വേറെ എങ്ങും കാണത്തില്ല ഇത്ര ഡീസൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യൂ. ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ ഇങ്ങനെ പറഞ്ഞാണ്, മോനെ വേറെ എവിടെ കാണും മോനെ ഇത് നല്ല ഒഴുകിപ്പോകുന്ന പുഴ ഒഴുകിപ്പോകുന്ന പോലെ ഞങ്ങളിങ്ങനെ മെല്ലെ നമ്മൾ ചെല്ലുന്നു, നമ്മൾ പൈസ എടുത്ത് കൊടുക്കുന്നു, ബാക്കി തന്നെങ്കിലും ഒക്കെ മേടിക്കുന്നു, ഇല്ലെങ്കിൽ പോട്ടെ സാറേ കുഴപ്പമില്ല പിന്നെ മതി സാറേ എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചു പോകുന്നു. ഇത്രയും ഡീസൻ്റായിട്ട് പെരുമാറുന്ന ആൾക്കാരെ വേറെ എവിടെ നീ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പിന്നീട് നമ്മൾ മിമിക്രിയിലോട്ടൊക്കെ വന്നപ്പോൾ നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ട്. കള്ളുകുടിയൻ ലുങ്കി ഉടുക്കും, ട്രൗസർ താഴെ കാണിക്കും, ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മലയാളി ചിരിക്കും. ഈ സ്റ്റേജ് മിമിക്രി ഉണ്ടാക്കിയത് സിദ്ദിഖ് ലാലാണെന്ന് പറയുന്ന പോലെ ട്രൗസർ കാണിക്കുന്ന കള്ളുകുടിയൻ, ലുങ്കി ഉടുത്ത് മടക്കി കുത്തി വളഞ്ഞു നടക്കുന്ന കള്ളുകുടിയൻ, സത്യത്തിൽ ആരാണ് ഇതിന്റെ ഉപജ്ഞാതാവ്? എനിക്ക് തോന്നിയിട്ടുള്ളത് കള്ളുകുടിയനെ ആദ്യമായിട്ട് അവതരിപ്പിച്ച് ഏറ്റവും കൂടുതൽ കൈയ്യടി നേടിയിട്ടുള്ളത് മണിച്ചേട്ടനാണ്, കലാഭവൻ മണിച്ചേട്ടൻ. കലാഭവന്റെ പണ്ട് മിമിക്സ് പരേഡിൽ കള്ളുകുടിയ ഒരു ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് അലങ്കോലപ്പെടുത്താനായിട്ടൊരു കള്ളുകുടിയനായിട്ട് ഓഡിയൻസിനിടയിൽ നിന്നാണ് അദ്ദേഹം കയറിയത്. അദ്ദേഹമാണ് ആദ്യം അത് പരീക്ഷിച്ച് വിജയിപ്പിച്ചിട്ടുള്ള. അതിനുശേഷം ഞാൻ അടക്കമുള്ള ഒരുപാട് പേര് കള്ളുകുടിയന്മാരെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദ്യം കൈയ്യടി മേടിച്ചതും ഈ പുറത്തുനിന്ന് വന്ന് ഈ പറയുന്ന പോലെ മുണ്ട് മടക്കി കുത്തി അണ്ടർവെയർ പുറത്ത് കാണിച്ചിട്ടുള്ള ഇത്. കാര്യം അങ്ങനെയൊക്കെ ചില ക്യാരക്ടേഴ്സിന് നമ്മൾ ചെയ്യുമ്പോഴും അവരുടേതായ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ആദ്യം തന്നെ കാണിച്ചു കൊടുത്താൽ പിന്നെ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ കുറച്ച് പകുതി ചെയ്താൽ മതി. ഇപ്പോൾ നമ്മളൊരു കള്ളുകുടിയനായിട്ട് നമ്മൾ കയറി വരുമ്പോൾ ഒരു പാൻറ് ഷർട്ടും ഒക്കെ ഇട്ട് ഷൂ ഒക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇരട്ടി നമ്മൾ പെർഫോം ചെയ്യണം, മനസ്സിലായില്ലേ? ആ സമയത്ത് കയറി വരുമ്പോൾ ഒരു ലുങ്കിയൊക്കെ മടക്കി കുത്തി അണ്ടർവെയർ പുറത്ത് കാണിച്ച വള്ളിയൊക്കെ ഒന്ന് തൂങ്ങി കിടന്ന് ആ ഷർട്ടിൻ്റെ പുറത്തൊരു 4-5 ചെരുപ്പ് പാടും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ജനത്തിന് മനസ്സിലായി ഇവൻ കള്ളു കുടിച്ച് എവിടെയോ പോയി തല്ലും കൊണ്ടുവരുന്ന ഒരാളാണ്. ഇനി അവൻ്റെ അവസ്ഥ മാത്രം പറഞ്ഞാൽ മതി. അതാണ് തീർച്ചയായിട്ടും ഒരു യൂണിഫോം അതിന് വരാനുള്ളൊരു കാരണം ഇതാണ്. ഒരു അസൽ കള്ളുകുടിയൻ എൻ്റെ കൂടെ ഉണ്ട്, അദ്ദേഹത്തിന്റെ പേരാണ് ഞാൻ കലാഭവൻ ഷാജോണാണ്. ദിസ് സ്റ്റാർ ജാമിലാണ്. അടുത്ത പാട്ട് നിങ്ങൾക്കായി വരുന്നു. എൻ്റെ ഒപ്പം നിന്റെ പേരെന്താടാ? ഷാൻ. ഷാനും ഉണ്ട്. മിണ്ടായി വിടുന്നോണം ഞാൻ പറയും. നിങ്ങൾക്കായി വരുന്നു ടൺ കണക്കിന് ഫൺ. You're listening to Star Jam on Club FM 94.3. Star Jam with RJ Sean. കലാഭവൻ ഷാജോണിന് വേണ്ടിയിട്ട് ഞാൻ 3 കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 3 കാർഡ്സിലും ഓരോ ചെറിയ ചെറിയ ചോദ്യങ്ങളുണ്ട്. ഓക്കെ, അത് വായിക്കണം. അതിനുശേഷം ഇഷ്ടമുള്ള കാർഡിനുള്ള ഉത്തരം പറഞ്ഞാൽ മതി. സോ കാർഡ് നമ്പർ 1. കാർഡ് നമ്പർ 1 ഒരു ഐറ്റം ഫ്ലോപ്പായ കഥ. കാർഡ് നമ്പർ 2 ഷാജോൺ മൂക്കുകൊണ്ട് ക്ഷ വരച്ച ഒരു കഥ. കാർഡ് നമ്പർ 3 ആദ്യമായി ഫ്ലൈറ്റിൽ യാത്ര പോയ ഒരു കഥ. ഇതിൽ ഓർമ്മ വരുന്നത് ഒരു ഐറ്റം ഫ്ലോപ്പായ കഥയാണ്. കാരണം നമ്മൾ ഈ സ്കിറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് സ്റ്റേജിൽ കൊണ്ട് അവതരിപ്പിക്കുന്നതിന് മുൻപൊരു വലിയൊരു ടെൻഷനാണ് നമുക്ക്. കാരണം ഇത് എങ്ങനെ ഏക്കുമെന്നൊന്നും അറിയില്ല നമുക്ക്. അപ്പം മുൻപ് ഒരു ഐറ്റം ഉണ്ടായിരുന്നു കലാഭവനിൽ വെച്ചിട്ട്, ഒരു സ്ഥിരം അവസാനം സംഭവമായിരുന്നു അത്. വേലക്കാരി ഭാര്യയും ഭർത്താവും അവസാനം നോക്കുമ്പോൾ ഭാര്യ ഗർഭിണിയാവുന്നു. ഈ കൊച്ചിൻ്റെ അച്ഛൻ ആരാണെന്നുള്ളൊരു അന്വേഷണവും കാര്യങ്ങളൊക്കെ പോകുന്നു. അവസാനം വേലക്കാരൻ തലകറങ്ങി വീഴുന്നു, മനസ്സിലായില്ല? അപ്പോൾ ഒരു അവസാനം ഒരു മന്ത്രവാദി വരികയാണ്. മന്ത്രവാദി പറയും ഞാൻ ഈ മന്ത്രം ചൊല്ലിക്കഴിയുമ്പോൾ കുട്ടിയുടെ അച്ഛൻ ആരാണോ അയാൾ അപ്പോൾ തലകറങ്ങി വീഴും എന്ന് പറയും. അപ്പം വന്നിട്ട് അവസാനം ഇങ്ങനെ മന്ത്രം ചൊല്ലിക്കഴിയുമ്പോൾ വേലക്കാരൻ തലകറങ്ങി വീഴുകയാണ്. വീഴണം. അപ്പം വേലക്കാരൻ അവിഹിത ബന്ധം, അതൊക്കെയാണ് അപ്പോഴത്തെ ഒരു മെയിൻ സ്കിറ്റുകളായിരുന്നു. അപ്പോൾ അത് പ്ലാൻ ചെയ്തിട്ട് അന്നാണെങ്കിൽ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വലിയ ഒരു ക്ലബ്ബാണ്, എല്ലാം ഭയങ്കര ഹൈ ടീംസുമാണ്. ഇവർക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പെട്ടെന്ന് മനസ്സിലാകത്തില്ലല്ലോ. അപ്പം അവസാനം മന്ത്രവാദി വരുന്നു, ഞാൻ ഈ മന്ത്രം ചൊല്ലിക്കഴിയുമ്പോൾ കുട്ടിയുടെ അച്ഛൻ ആരാണോ അയാൾ തലകറങ്ങി വീഴും എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ബൂം കീം ക്രാ എന്ന് ചൊല്ലിക്കഴിയുന്നതും ഈ വേലക്കാരൻ തലകറങ്ങി. അപ്പം ഭർത്താവ് അപ്പോൾ അമ്മേ എന്ന് പറഞ്ഞ് നിൽക്കുകയും വേലക്കാരൻ വീഴുന്നു. അപ്പോൾ എല്ലാവരും ചിരിക്കുന്നു. അതാണ് എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വേലക്കാരൻ ബൂം എന്ന് പറഞ്ഞ് വീണു, ആരും ചിരിക്കുന്നില്ല.
ഉടനെ വീണ വേലക്കാരനായിട്ട് വീണവൻ തന്നെ പയ്യെ എഴുന്നേറ്റിട്ട് മൈക്കെടുത്തിട്ട് സത്യത്തില് ഈ വേലക്കാരനാണ് ഈ കുട്ടിയുടെ അച്ഛൻ എന്ന് പറഞ്ഞു. അപ്പോഴും ആരും ചിരിക്കുന്നില്ല. അപ്പൊ ഇയാള് മയക്കി കൂടെ തന്നെ എന്തൊരു വൃത്തികെട്ട ഓഡിയൻസ് ആടാവേ എന്ന് പറഞ്ഞിട്ട് ഇയാള് ഇറങ്ങി അങ്ങ് പോയി. അന്ന് ആ സ്കിറ്റും വലിയ പ്രശ്നമായി, ഐറ്റം ഫ്ലോപ്പായെന്ന് മാത്രമല്ല അന്നത്തെ പ്രോഗ്രാം മൊത്തത്തിൽ ഫ്ലോപ്പായി. അങ്ങനെ ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട്. That's Kalawan Shajon with us on Star ജാം and ഇത് Club FM. ടൺ കണക്കിന് ഫൺ. ഹായ് ഷാൻ, ഞാൻ കലാഭവൻ ഷാജോൺ ആണ്. ഷാൻ്റെ ഒപ്പം സ്റ്റാർ ജാമിലിരിക്കുകയാണ്. Star Jam with RJ Sean. ഷാജോൺ എന്ന തമാശക്കാരൻ്റെ അടുത്താണ് ഞാൻ ചോദിക്കുന്നത്, ഇന്നത്തെ തമാശകളെ ഷാജോൺ എങ്ങനെ വിലയിരുത്തുന്നു? നല്ല തമാശകളുമുണ്ട്, കുടുംബമായിട്ട് ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റാത്ത തമാശകളുമുണ്ട്. അതൊരു ക്ലീശേ പ്രയോഗമാണ്. അങ്ങനെ തമാശയ്ക്ക് അങ്ങനെ ഒരു അതിർവരമ്പ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? തമാശയ്ക്ക് എപ്പോഴും അതിർവരമ്പുകൾ കൊടുക്കുന്നത് നല്ലതാണ്. മിമിക്രി സ്റ്റേജുകളിൽ നിങ്ങൾ ദൃശ്യവൽക്കരിച്ച് ഹാസ്യത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് അശ്ലീലമില്ലെങ്കിലും അവിഹിതം പ്രവഹിക്കാറുണ്ടായിരുന്നു. നമ്മൾ സ്റ്റേജിൽ നമ്മൾ മിമിക്രിയിൽ നമ്മൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും അതിനും നമ്മളൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനപ്പുറം പോകാൻ പാടില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ കാര്യവും നമ്മൾ മിമിക്രിയിൽ നമ്മൾ കൊച്ചിൻ കലാഭവൻ്റെ ട്രൂപ്പിൽ അബലച്ചൻ്റെ കൂടെ നമ്മൾ ട്രൂപ്പിലുണ്ടായിരുന്നപ്പം നമ്മുടെ എല്ലാ സ്കിറ്റുകളും നമ്മൾ മാക്സിമം നമ്മൾ സെൻസർ ചെയ്തിട്ട് നമ്മൾ അമ്പലപ്പറമ്പിലാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു അച്ഛൻ്റെ ടീമാണ് നമ്മൾ. അപ്പം നമ്മൾ ഒരിക്കലും നമ്മൾ അതിനപ്പുറം നമ്മൾ അത് പറഞ്ഞാലേ നമുക്ക് ചിരിപ്പിക്കാൻ പറ്റുള്ളൂ എന്നൊന്നും നമുക്ക് അന്നും തോന്നിയിട്ടില്ല. ഇന്നിപ്പം നമ്മൾ സിനിമയിൽ നമ്മളൊരു സീൻ ചെയ്യുമ്പോഴും നമ്മൾ അങ്ങനത്തെ ഒരു സീൻ വന്നെങ്കിൽ തന്നെ നമ്മൾ മാക്സിമം നമ്മളത് എഡിറ്റ് ചെയ്ത് പോകാറുണ്ട്. നമ്മൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ഹീറോസ്, ഇപ്പോൾ ദിലീപേട്ടനോടാണെങ്കിലും ലാലേട്ടനോടാണെങ്കിലും മമ്മൂക്കയോടാണെങ്കിലൊക്കെ നമ്മൾ ചോദിക്കും ഇത് വേണോ അതിപ്പം. അപ്പോൾ അവർ തന്നെ അത് വേണ്ടല്ല, അപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ശൃംഗാരവേലൻ എന്ന് പറയുന്നൊരു സിനിമയിൽ പട്ടിയിട്ട് ഓടിക്കുന്ന ഒരു സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് മുൻപ് ജനങ്ങളെ തിയേറ്ററിൽ ജനം ആർത്ത് അലച്ച് ചിരിക്കുന്ന കുറേ സീക്വൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം അത് കുറച്ച് സഭ്യതയ്ക്ക് അപ്പുറമാണെന്ന് നമുക്ക് ഷൂട്ട് ചെയ്തപ്പോൾ നമുക്ക് തോന്നിയിരുന്നു. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് എന്തായാലും ഷൂട്ട് ചെയ്യാൻ, നമുക്ക് പ്രോബ്ലം തോന്നുന്നത് നമുക്ക് എഡിറ്റിംഗ് ടേബിൾ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഷൂട്ട് ചെയ്ത് തന്നെ ആ എഡിറ്റിംഗ് ടേബിൾ നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് പക്ഷേ അറിയായിരുന്നു അത് തിയേറ്ററിലിട്ടാൽ ജനം ഭയങ്കരമായിട്ട് ചിരിക്കും അത്. പക്ഷേ ആ സിനിമ കുറേ നാൾ കഴിഞ്ഞ് ചിന്തിക്കുമ്പോൾ തോന്നും അയ്യോ അത് ആ സിനിമയിൽ വേണ്ടായിരുന്നു എന്ന് പുറത്തിറങ്ങിയിട്ട് ജനത്തിന് ഒരു പക്ഷേ തോന്നും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ആ സീക്വൻസ് കട്ട് ചെയ്തോളാം. ഇപ്പോഴും നമ്മളൊരു സീനിൽ അഭിനയിക്കുമ്പോൾ എന്താ പറയുക, അവിഹിതം പറഞ്ഞാൽ അല്ലെങ്കിൽ ചീത്ത വിളിച്ച് പറഞ്ഞെങ്കിൽ മാത്രമേ കോമഡി ആവുകയുള്ളൂ എന്നുള്ളത് എനിക്ക് ഒരിക്കലും അഭിപ്രായമില്ല. You're listening to Club FM. ടൺ കണക്കിന് ഫൺ. You're listening to Star Jam on Club FM 94.3. കലാഭവൻ ഷാജോണിനെ യു ആർ അണ്ടർ അറസ്റ്റ് എന്നുള്ള റൗണ്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. പോലീസുകാരനായ ഷാജോണിനെ ഞാൻ അറസ്റ്റ് ചെയ്യാം. ഓക്കെ, റെഡിയായി. You're listening to Star Jam on Club FM 94.3. You are under arrest. Question number 1. Okay. പണ്ട് നാദിർ ഷാ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പുറത്താക്കാൻ നോക്കിയ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു കലാഭവൻ മണി. അതിനെയും തോൽപ്പിച്ചിട്ടാണ് കലാഭവൻ മണി അവരുടെ ട്രൂപ്പിൽ കയറിയത്. ഷാജോണിനെ പുറത്താക്കാൻ നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും എപ്പോഴെങ്കിലും? ഇല്ല, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. സിനിമയിൽ പുറത്താക്കി എന്നുള്ളതല്ല, ഒരു സിനിമ ഏതാന്ന് ചോദിക്കരുത്. ഒരു സൂപ്പർ ഹിറ്റായ ഒരു സിനിമയിൽ കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു പ്രധാനപ്പെട്ട വില്ലൻ കഥാപാത്രത്തിന് എന്നെ ഫിക്സ് ചെയ്തിരുന്നു ഡയറക്ടർ. പണ്ടത്തെ ഒരു ദൃശ്യം. അതെ, അങ്ങനെ. പക്ഷേ അന്ന് വന്നിരുന്നെങ്കിൽ നമ്മൾ വേറൊരു ലെവലിലായി പോയനെ, നമ്മൾ വരവ് വേറൊരു രീതിയിലായി പോയനെ. അന്ന് ആ സമയത്ത് എനിക്കൊരു വിഷമം തോന്നി, അയ്യോ അത് ചെയ്യാൻ പറ്റില്ലല്ലോ, വിഷമമായി പോയല്ലോ എന്ന് തോന്നി ആ സമയത്ത്. പിന്നീട് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ഞാൻ തോന്നുന്നു നമുക്ക് ഓരോ സമയമുണ്ട്, ദൈവം ആ സമയത്ത് നമ്മളെ ആ ഒരു കാര്യം നമ്മുടെ കൊണ്ട് തരുവുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ സമയത്താണ് ഒരു ചോദ്യം പലപ്പോഴും ഇൻഡസ്ട്രിയുടെ അകത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു താരത്തിന്റെ സുഹൃത്തായി കഴിഞ്ഞാൽ കൂടുതൽ സാധ്യതകളുണ്ട് സിനിമ കിട്ടാൻ. ഉണ്ടോ? ഒരിക്കലും ഇല്ല. നല്ല സുഹൃത്തായതുകൊണ്ട് മാത്രം സിനിമ കിട്ടാൻ സജഷൻ കൂടും. അതായത് ആ താരം പറയും ഷാജോണിനെ നമുക്ക് എടുക്കാം എന്ന് പറയും, അത് തീർച്ചയായിട്ടും പറയും. പക്ഷേ നമ്മളൊരു മെയിൻ സ്ട്രീമിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അത് മാത്രം പോരാ. മലയാളത്തിലെ എല്ലാ നടന്മാരും എല്ലാവരെയും റെക്കമെൻഡ് ചെയ്യുന്നവരാണ്. അത് അവരുടെ സുഹൃത്താവണമെന്ന് മാത്രമല്ല. നമ്മൾ എനിക്കിപ്പം മമ്മൂക്ക, ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞില്ല, എന്നെ പറ്റി പലരോടും പറഞ്ഞു, ഞാനിപ്പോൾ അത് മമ്മൂക്കയായിട്ട് വളരെ ആ സമയത്ത് ഒരുപാട് സൗഹൃദം ഉള്ളതുകൊണ്ടല്ല. ഞാനല്ലെങ്കിൽ മമ്മൂക്കയെ എപ്പോഴും വിളിക്കുന്നു, മമ്മൂക്കയെ എപ്പോഴും പോയി കാണുന്നു, അതുകൊണ്ടൊന്നും അല്ല. അപ്പം മമ്മൂക്കയ്ക്ക് അദ്ദേഹത്തിനും കൂടെ തോന്നണമല്ലോ, ഇപ്പോൾ ഒരാളെ കുറിച്ച് പറയണേ അദ്ദേഹത്തിനും കൂടെ തോന്നണം. അപ്പോൾ തീർച്ചയായിട്ടും അവരെല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് സുഹൃത്തായതുകൊണ്ട് മാത്രമല്ല, അവർക്ക് കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള അതിനുള്ള കഴിവുണ്ടെന്ന് അവർക്കൂടെ തോന്നിയെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. And ഇത് Club FM. ടൺ കണക്കിന് ഫൺ. You're listening to Star Jam on Club FM 94.3. You are under arrest.
ഷാജോൺ എന്ന തമാശക്കാരന്റെ അടുത്താണ് ഞാൻ ചോദിക്കുന്നത്. യു ആർ അണ്ടർ അറസ്റ്റിൽ എന്റെ ക്വസ്റ്റ്യൻ. ഒരു ലെജൻഡറി ഡയറക്ടർ അദ്ദേഹത്തിന്റെ സിനിമ പരാജയപ്പെട്ടപ്പോ അദ്ദേഹം പറഞ്ഞു, കൊച്ചിൻ ഹനീഫയെ പോലുള്ള പ്രഗത്ഭരായ ഹാസ്യതാരങ്ങൾ ഇല്ലാത്തത് എന്റെ സിനിമയ്ക്ക് ക്ഷീണം ചെയ്തു എന്ന്. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒരു മിസ്സിംഗ് ഒരു പ്ലാറ്റ്ഫോം ഇപ്പോഴും ഉണ്ടോ? ഒരു വാക്വം ഇപ്പോഴും ഉണ്ടോ? ഒരാൾക്ക് പകരമായിട്ട് ഒരിക്കലും മറ്റൊരാളാവില്ല. അത് വലിയൊരു സത്യം തന്നെയാണ്. ഹനീഫിക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹനീഫിക്ക ചെയ്തുകൊണ്ടിരുന്ന കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതൊക്കെ ഹനീഫിക്കയ്ക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം അമ്പിളിച്ചേട്ടൻ ചെയ്തുകൊണ്ടിരുന്ന കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതൊക്കെ അമ്പിളിച്ചേട്ടന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ശങ്കരാടി എന്ന് പറയുന്നൊരു നടൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ. അപ്പം തീർച്ചയായിട്ടും അവർക്കങ്ങ് തോന്നി, ആ ഡയറക്ടറിന് അങ്ങനെ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സത്യം തന്നെയാണ്. ഇപ്പോഴും അവരുടെ കുതിരവട്ടം പപ്പുചേട്ടൻ, അവരെയൊക്കെ ഒരു സിനിമയിൽ കാണാൻ നമ്മൾ കൊതിക്കുകയാണ്. അപ്പോൾ അതൊരു സിനിമയുടെ പരാജയത്തിന് കാരണമാവുക. അങ്ങനത്തെ ഒരു വാക്വം ഇല്ലാത്തതുകൊണ്ട് ഒരു കോമഡി ഇംപ്രസ് ചെയ്യാൻ പറ്റാതിരിക്കുക, അതൊരു ചാലഞ്ചാണ് പുതിയ യങ് നിങ്ങളെ പോലുള്ള ആക്ടേഴ്സിനും ക്യാരക്ടേഴ്സിനും. പരാജയത്തിന് കാരണമാകുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം അത് പുതിയ ഒരു കഥ ഉണ്ടാക്കുമ്പോൾ ഇപ്പോഴുള്ളവരെ വെച്ചിട്ടോ അല്ലെങ്കിൽ അതിലേക്ക് ചെയ്യാൻ പറ്റുന്നവരെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പം നമ്മളിന്ന് മൺമറഞ്ഞ് പോയവർ നമ്മളിന്ന് പോയി, അതെന്നും നമുക്കൊരു നഷ്ടം തന്നെയാണ്, നികത്താൻ പറ്റാത്ത വിടവ് തന്നെയാണ് അവരെല്ലാവരും. പക്ഷെ അതുകൊണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കുന്ന സിനിമകൾ അവരില്ലാത്തത് കൊണ്ട് പരാജയപ്പെടുന്നു എന്ന് പറയുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. അതിന് ഒന്നെങ്കിൽ പുതിയ ആൾക്കാരെ കണ്ടെത്തുക, അല്ലെങ്കിൽ ഉള്ളവരെ വെച്ച് ആ പ്ലേസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ്. That's Kalawan Shajon with us on Star Jam. And you're listening to Club FM. ടൺ കണക്കിന് ഫൺ. You're listening to Star Jam on Club FM 94.3. Star Jam with RJ Sean. കലാഭവൻ ഷാജോൺ ആൻഡ് ഷാൻ വിത്ത് യു ഓൺ സ്റ്റാർ ജാം. നമ്മൾ ഈ ഇന്റർവ്യൂ ക്ലോസ് ചെയ്യാണ്. കുറെ കഥകൾ പറഞ്ഞു, കുറെ വീക്ഷണങ്ങൾ ഷെയർ ചെയ്തു. നോട്ട് ജസ്റ്റ് ആസ് എ കൊമേഡിയൻ, നോട്ട് ജസ്റ്റ് ആസ് എ ക്യാരക്ടർ ആർട്ടിസ്റ്റ്, ബട്ട് ഓൾസോ ആസ് എൻ ആക്ടർ, ബട്ട് ഓൾസോ ആസ് എ പേഴ്സൺ ഒരുപാട് ഷെയർ ചെയ്തു. ഹൗ വാസ് സ്റ്റാർ ജാം? താങ്ക് യു. എനിക്ക് നന്നായിരുന്നു. ഷാനായിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി. നല്ല നല്ല ചോദ്യങ്ങൾ, യൂഷ്വൽ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ മാറിയിട്ട് ഒരു പുതിയ അനുഭവമായിരുന്നു. ഫൈനലി സത്യത്തിൽ ഷാജോൺ ആരാണ് പറഞ്ഞു കൊടുക്കൂ. നമുക്കറിയാവുന്ന കോട്ടയത്തെ ഒരു പഴയ കോൺസ്റ്റബിളിന്റെ, ഹെഡ് കോൺസ്റ്റബിളിന്റെ മകൻ, ഹെഡ് നേഴ്സിന്റെ മകൻ, ഒരു തമാശക്കാരൻ, ഇതൊന്നും അല്ലാതെ ഷാജോൺ ആരാണ്? ഞാനൊരു സാധാരണക്കാരൻ്റെ അഭിപ്രായങ്ങളുള്ള, നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയാനും ചീത്ത കണ്ടാൽ ചീത്ത എന്ന് പറയാനും ആഗ്രഹിക്കുന്ന ഒരു സാധാരണക്കാരനായ ഒരാൾ. ദൃശ്യം എന്ന ലോട്ടറി അടിച്ചതുകൊണ്ട് ഷാജോന്റെ ലൈഫിൽ വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും പറയുന്നു, നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. കാരണം സിനിമ എന്നും ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ സ്നേഹിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ആ മേഖലയ്ക്ക് വേണ്ടിയിട്ട് എന്നാൽ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞാൻ പ്രയത്നിക്കുന്നു, ഞാൻ വർക്ക് ചെയ്യുന്നു. അതിനൊക്കെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു സിനിമാ പ്രവർത്തകനായി എന്നും ഈ മേഖലയിൽ നിലനിൽക്കാൻ കഴിയണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. താങ്ക് യു വെരി മച്ച് കലാഭവൻ ഷാജോൺ. ഗ്രേറ്റ് ടോക്കിംഗ് ടു യു. ടൺ കണക്കിന് ഫൺ.